അസ്സലാമു അലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും എപ്പോഴും പറയണ പോലെ നല്ല നല്ല കിച്ചൺ ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി കറികൾക്കും നമ്മുടെ ശരീരത്തിന് മുഖത്തിനൊക്കെ മാത്രമല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കുറച്ച് കിച്ചൺ ടിപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. യൂസ്ഫുൾ ടിപ്പാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ ടിപ്പിലേക്ക് തന്നെ നമുക്ക് പോകാം. ഇതുപോലെ കടല, പരിപ്പ്, ചെറുപയർ ഇങ്ങനത്തെയൊക്കെ ധാന്യങ്ങൾ വാങ്ങുന്ന സമയത്ത് ചിലവർ ഗൾഫിലുള്ള ആൾക്കാരൊക്കെ ഹസ്ബൻഡ് ഗൾഫിലുള്ളവരെങ്കിൽ കുറേ വാങ്ങി വയ്ക്കും. അതുപോലെ ജോലിയൊക്കെ എടുക്കണവർ കുറേ വാങ്ങി വയ്ക്കില്ല, സ്റ്റോക്ക് ചെയ്ത് വെക്കും. അപ്പം മൊത്തത്തിൽ കേട്ടോ എല്ലാവർക്കും കൂടിയിട്ടുള്ള ടിപ്സാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വണ്ടുകളൊന്നും കയറാതിരിക്കാനുള്ള ഈസി ടിപ്പാണ് ഇന്ന് ഞാൻ പറയാൻ പോണത്. നമ്മൾ എങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചാലും പെട്ടെന്ന് തന്നെ വണ്ടുകൾ കയറുമല്ലേ. അപ്പോൾ വണ്ടുകൾ കയറാതിരിക്കാൻ നമ്മൾ കടകളിൽ 1 ടീസ്പൂൺ കടലയാകട്ടെ, പരിപ്പാകട്ടെ, ചെറുപയറാകട്ടെ ഇതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഈ ഒരു മഞ്ഞൾപ്പൊടി എല്ലാ ഭാഗത്തും എത്തിക്കുന്ന രീതിക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അതുപോലെ താഴത്തൊക്കെ ഇതുപോലെ നിൽക്കണം കേട്ടോ. അപ്പോൾ നിന്നാൽ ഈ ഒരു സ്മെല്ലിന് എന്നെ ഒട്ടും തന്നെ വണ്ടുകൾ വരില്ല. ഒരു സ്മെല്ല്, മഞ്ഞൾപ്പൊടിയുടെ സ്മെല്ല് എല്ലാവർക്കും അറിയാലോ. ഇതിൻ്റെ സ്മെല്ലിൽ തന്നെ പെട്ടെന്ന് തന്നെ ഓട്ടകളൊന്നും പടാതെയും വണ്ടുകളൊന്നും വരാതിരിക്കാനുള്ള നല്ലൊരു ഈസി ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. യൂസ്ഫുൾ ടിപ്പാണ്. അതുപോലെ തന്നെയാണ് നമ്മളെ പഞ്ചസാര അല്ലേ. പഞ്ചസാരയൊക്കെ ചില സമയത്ത് തണുപ്പുള്ള രാജ്യങ്ങളിൽ നല്ല തണുപ്പുള്ള സമയത്ത് ചെറിയ ചെറിയ കുഞ്ഞൻ ഉറുമ്പുകൾ ഉണ്ടാവില്ലേ, അതെങ്ങനെ പഞ്ചസാരയിൽ പെട്ടാലും ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ എറുമ്പുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കട്ടോ. ഞാനിതുപോലെ ഉറുമ്പുകളുള്ള സമയത്തൊക്കെ ഇതേ രീതിക്കാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതുപോലെ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ചോ എടുത്തിട്ട് അതിലൊന്ന് മുക്കിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് പഞ്ചസാര ഉള്ള അടപ്പുള്ള ഭാഗത്തും എടുക്കണ ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കട്ടോ. ആ വക്കിലൊക്കെ നല്ലതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിക്ക് ചെയ്താൽ ഒരിക്കലും നിങ്ങൾ ഉറുമ്പ് ഈ ഒരു പഞ്ചസാരൻ്റെ ഉള്ളിൽ പോവില്ല കേട്ടോ. ഉറപ്പായിട്ടും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട കാര്യം തന്നെയാണ്. ഇങ്ങനെ ചെയ്താൽ ഒട്ടും തന്നെ ഉറുമ്പുകൾ കയറാതെ നല്ല രീതിക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് കാണേണ്ടത് നമ്മളെ കത്തികൾ, പ്രത്യേകിച്ച് ഇരുമ്പ് കത്തികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തുരുകേറുമല്ലേ, തുരുകേറി പിടിക്കും. അതുപോലെ തന്നെ ഒരു ഉളുമ്പ് സ്മെല്ലൊക്കെ ഉണ്ടാകുമല്ലേ. അതുപോലെ തന്നെ മൂർച്ചകളും പെട്ടെന്ന് ഇരുമ്പ് കത്തിയിൽ കുറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൂന്നിനും കൂടിയിട്ടുള്ള നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ലൈവ് റിസൾട്ടും കൂടിയുണ്ട്. അവസാനം വരെ മിസ്സാക്കാതെ എല്ലാവരും നോക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ പൊടിയുപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ഡ്രോപ്സ് മാത്രം വെള്ളം ഒറ്റിച്ച് കൊടുക്കുക. നമ്മളെ വീട്ടിൽ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ തോലിയൊന്നും കളയാതെ വെക്കുക. ഇങ്ങനത്തെ തൊലി ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഉപകരിക്കാനൊക്കെ നല്ലൊരു ഈസിയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ കേടുവരാതൊക്കെ ഇരിക്കും. എന്നിട്ട് ഇത് 3 കൂടി മിക്സ് ചെയ്തിട്ട് കത്തിയിൽ തുരി പിടിച്ച ഭാഗം നന്നായിട്ട് ഉരച്ച് കൊടുക്കാം. ഇങ്ങനെ നല്ലതുപോലെ ഉരച്ച് കൊടുക്കുന്നത് കൊണ്ട് ഇതിൻ്റെ സ്മെല്ല് പോകും. പ്രത്യേകിച്ച് നമ്മൾ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഇരുമ്പ് കത്തിയിലൊക്കെ ഭയങ്കര ഒരു ഉളുമ്പ് സ്മെല്ലുണ്ടാവില്ലേ, അതുപോലെ തന്നെ പെട്ടെന്ന് തുരി കയറി പിടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നീക്കം ചെയ്യാൻ നല്ലൊരു ഒരു ഉപയോഗമാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഉപ്പുപൊടിയും മഞ്ഞളും അതുപോലെ കുറച്ച് വെള്ളവും നാരങ്ങ കൂടി ചേർത്തുമ്പോൾ നല്ലതുപോലെ ഉപ്പുപൊടി എന്ന് പറയുന്നത് നല്ലതുപോലെ ഷാർപ്പായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴുകി കാണിച്ചു തരാം ഇത് എത്രത്തോളം ഷാർപ്പോ അതുപോലെ തന്നെ എത്രത്തോളം കറകളൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെ തുരിപ്പിടിച്ച ആ ഭാഗമൊക്കെ നന്നായിട്ട് കറകളൊക്കെ ഇളകി കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല നല്ലതുപോലെ ഷാർപ്പായിട്ടും ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ അടുത്തൊക്കെ കൊടുത്തിട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ. നന്നായിട്ട് തന്നെ ഷാർപ്പായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ആ ഒരു ഉളുമ്പ് സ്മെല്ലിൽ, ഇരുമ്പ് കത്തിയാകുമ്പോൾ ആ ഒരു സ്മെല്ലും നമ്മൾ നാരങ്ങ ഉപയോഗിക്കുന്നത് കൊണ്ട് നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് എന്തായാലും യൂസ്ഫുൾ എന്ന് തോന്നിയ വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത ടിപ്പ് നമ്മൾ നോക്കുന്നത്, നമ്മൾ ഫ്രിഡ്ജിലൊക്കെ പ്രത്യേകിച്ച് നോമ്പ് സമയത്തൊക്കെ പച്ചക്കറി ആകട്ടെ, ചിക്കൻ ആകട്ടെ, മട്ടൻ ആകട്ടെ, അതുപോലെ ഫിഷൊക്കെ വയ്ക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കില്ലേ. ആ ഒരു സ്മെല്ല് പോക്കാനായിട്ട് നല്ലൊരു ഈസി ടിപ്പാണ്. ഇതുപോലെ ഒരു ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നീട് വേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരി കുറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒരു സ്പൂണോട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ വിനാഗിരിയും മഞ്ഞൾപ്പൊടി
നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഇതേപോലെ ഞാൻ കാണിക്കുന്ന ഇതേ രീതിക്ക്, ഒന്നില്ലെങ്കിൽ മോൾ ഭാഗമോ ഫ്രീസറിൽ വെക്കാൻ പാടില്ല കേട്ടോ, ഫ്രീസായി പോകും. അപ്പോൾ മോൾ ഭാഗമോ ഇതുപോലെ ഈ ഒരു സൈഡോ അല്ലെങ്കിൽ താഴത്തൊക്കെ വെച്ച് കൊടുത്താൽ നന്നായിട്ട് തന്നെ ആ ഒരു സ്മെല്ലൊക്കെ വലിച്ചെടുക്കട്ടെ. ഇതിൽ എത്രത്തോളം ബാഡ് സ്മെല്ല് ഉണ്ടാവുമെന്ന് ചിലർക്കൊക്കെ അറിയട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴുകി വൃത്തിയാക്കിയാലും ഉണ്ടാവും. അപ്പോൾ ഇതേ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ സിങ്കൊക്കെ പെട്ടെന്ന് തന്നെ ബാഡ് സ്മെല്ല് വരും. അപ്പോൾ ബാഡ് സ്മെല്ല് പോക്കാനായിട്ടുള്ള ഈസി ടിപ്പാണ് ഇന്ന് ഞാൻ പറയണത്. നല്ലോണം പോയി കിട്ടും. ചിലപ്പോൾ ഒരു കാറ്റടിക്കുന്ന സമയത്തൊക്കെ നല്ല ബാഡ് സ്മെല്ലായിരിക്കും. ആ ഒരു സ്മെല്ലിൻ്റെ ഇപ്പോഴും ഒരു ജാതി അലർജിയാണ്. അപ്പം നമുക്കൊരു ബൗളിലേക്ക് ഇളം ചൂടാക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കും. നന്നായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇളം ചൂടാക്കി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് വിനാഗിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ 3 കൂടി ചേരുമ്പോൾ ഒരു ബാഡ് സ്മെല്ല്, പറ്റാത്തൊരു സ്മെല്ല് വരുമല്ലോ, അതൊക്കെ നീക്കം ചെയ്യാൻ നല്ലൊരു ഈസി ടിപ്പാണ് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വാഷ് ബേസിൻ്റെ ആ ഒരു ഹോളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ സിങ്കിൻ്റെ ഹോളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ രാത്രി കിടക്കുമ്പോഴൊക്കെ ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ രാവിലെ ആകുമ്പോഴത്തെ പറ്റ തന്നെ സ്മെല്ല് പോയിട്ടുണ്ടാകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് നമ്മളെ ലൈവ് റിസൾട്ടാണ്. ഇത് ഞാൻ ഉപയോഗിക്കാത്ത ഗ്ലാസ്സാണ് കേട്ടോ. ഈ വലത്തെ കയ്യിലുള്ളത് ഞാൻ എടുത്ത് വെക്കുന്ന ഗ്ലാസ്സാണ്. ഇതാണ് ഞാൻ നിത്യം ഉപയോഗിക്കുന്ന ഗ്ലാസ്. കാരണം 6 3 മാത്രമേ ഉപയോഗിക്കുക. 3 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം എടുത്തിട്ടുള്ളൂ. ആരെങ്കിലും വരുമ്പോൾ അതും കൂടി എടുക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും എടുത്ത് വെച്ച് ഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ, ദിവസം ഉപയോഗിക്കുന്ന ഗ്ലാസ് ഇങ്ങനെ നിറം മങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്ന ഈ രീതിയിൽ ചെയ്ത് നോക്കട്ടോ. നല്ല റിസൾട്ടാണ്. കൺഫേം ആയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ദിവസം ഉപയോഗിക്കുന്ന ഗ്ലാസ് ഇതാണ് കേട്ടോ. ഇപ്പുറത്തുള്ളത്, ഇടത്തെ സൈഡുള്ളത്, വലത്തെ സൈഡുള്ളത്, ഈ ഒരു ഗ്ലാസ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലാസ് ഇതാണ് ഞാൻ മാറ്റി വയ്ക്കുന്നത് കേട്ടോ. ഈ ഒരു ഗ്ലാസിൻ്റെ നിങ്ങൾ നിറം കണ്ടില്ലേ, ഇത്രത്തോളം മങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നീക്കം ചെയ്യുക. അതുപോലെ നോർമലായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്, സാധാ പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഗ്ലാസ് ഇങ്ങനെ തന്നെ മുക്കി വയ്ക്കാൻ പാടില്ല. അതിന് പകരം കുറച്ച് കോൾഗേറ്റ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലോസപ്പ് ഒന്നും പറ്റില്ല, കോൾഗേറ്റാണ് കൂടുതൽ എഫക്റ്റ് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കോൾഗേറ്റ് തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഈ ഒരു മഞ്ഞൾ വെള്ളത്തിൽ എല്ലാ ഭാഗവും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഫുള്ളായിട്ട് കേട്ടോ. എല്ലാ ഭാഗത്തും ഇതേപോലെ കോൾഗേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നന്നായിട്ട് തന്നെ മുക്കി വയ്ക്കാം കേട്ടോ. മുക്കി വയ്ക്കുന്ന സമയം കറക്റ്റായിട്ട് അരമണിക്കൂർ വേണം മുക്കി വയ്ക്കാൻ. 5 മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഗ്ലാസ് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗവും മുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. വലിയൊരു പാത്രത്തിൽ എടുക്കുകയാണെങ്കിൽ ഒന്നിച്ചൊരു അരമണിക്കൂർ മുക്കി വെച്ചാൽ മതി. ഇതുപോലെ 5 മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അരമണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് ലൈവായിട്ടൊന്ന് കാണിച്ചു തരാം. ഒന്നും കൂടി നമുക്ക് ഇതെല്ലാ ഭാഗത്തും ഈ ഒരു കോൾഗേറ്റ് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി മുക്കി വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്താൽ മതി. കറക്റ്റ് അരമണിക്കൂർ മുക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ട് അപ്പോൾ കറക്റ്റായിട്ട് അരമണിക്കൂറിന് ശേഷം ഞാനൊരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക. ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ലിക്വിഡോ സോപ്പോ ഒന്നിൻ്റെ ആവശ്യമില്ല. മഞ്ഞൾപ്പൊടിയും അതുപോലെ നമ്മളെ കോൾഗേറ്റും മാത്രമാണ്. എന്നിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ വേറെ വെള്ളത്തിൽ കഴുകി കാണിക്കുക. പക്ഷേ നമ്മൾ കഴുകാൻ പോകുന്ന സമയത്ത് മാറ്റിയെന്ന് വിചാരിക്കേണ്ട പറഞ്ഞിട്ടാണ് കേട്ടോ. വിചാരിക്കില്ല അങ്ങനെ ആരും. അപ്പോൾ ലൈവായിട്ട് ഈ ഒരു വെള്ളത്തിൽ തന്നെ കഴുകി കാണിച്ചു തരാൻ വെച്ചിട്ടാണ്. ഇപ്പോൾ കണ്ടില്ലേ എത്രത്തോളം നല്ല ഗ്ലേസിങ് ആയിട്ട് കിട്ടിയിട്ട്. നിങ്ങൾക്ക് ആദ്യത്തെ സ്കിപ്പ് ചെയ്ത് ബാക്കിലേക്ക് പോയിട്ട് ആദ്യത്തെ ഞാൻ കാണിച്ചത് ഇപ്പോഴത്തെയും കൂടി നിങ്ങൾക്ക് ഒന്ന് കണ്ടു നോക്കാം എത്രത്തോളം നല്ല ഗ്ലേസിങ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതേപോലെയൊക്കെ ഗ്ലാസ് കഴുകി നമ്മൾ ദിവസം കഴുകിയാലും വൃത്തിയാകാത്ത ഗ്ലാസ് ഉണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നേരത്തെ ഞാൻ കാണിച്ച ഗ്ലാസ്സാണ്. അപ്പോൾ രണ്ടും സെയിം ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ഇതാണ് നല്ല ബെറ്ററായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. എടുത്ത് വെച്ചതിനേക്കാളും ഇതാണ് ബെറ്ററായിട്ടുണ്ടെന്ന് നല്ലതുപോലെ തിളക്കം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.